Hi students, Special Devices and Op-amp എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഓർഡിനറി ട്രാൻസിസ്റ്ററിന് രണ്ട് പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന് ഇൻപുട്ട് ഇംപിഡൻസ് ലോ ആണ് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതൊന്നുള്ളത് അതിൻ്റെ നോയ്സ് ലെവൽ ഹൈ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ഡിസ്അഡ്വാൻറ്റേജസ് ഉള്ളതുകൊണ്ട് തന്നെ ഓർഡിനറി ട്രാൻസിസ്റ്റർ, നമ്മളെ ബൈപോളാർ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ പല സന്ദർഭങ്ങളിലും പല സർക്യൂട്ടുകളിലും ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് ഫെറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററും മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ അഥവാ മോസ്ഫെറ്റ്, JFET, മോസ്ഫെറ്റ്, ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് ഇൻപുട്ട് ഇംപിഡൻസ് ഹൈ ആണ്, അതുപോലെ തന്നെ നോയ്സ് ലെവൽ ലോ ആണ്. ഓക്കെ, അപ്പോൾ ബൈപോളാർ ട്രാൻസിസ്റ്റർ ആ ഡിസ്അഡ്വാൻറ്റേജസ് ഇതിനില്ല, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിനില്ല എന്നുള്ളതുകൊണ്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബൈപോളാർ ട്രാൻസിസ്റ്റർ പോലെ തന്നെ ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. ബൈപോളാർ ട്രാൻസിസ്റ്റർ നമുക്കറിയാലോ, അതിനകത്ത് പ്രധാനമായിട്ട് ബേസ് ഉണ്ട്, എമിറ്റർ ഉണ്ട്, കളക്ടർ ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ 3 ടെർമിനൽസ് ആണുള്ളത്, സോഴ്സ്, ഡ്രെയിന്, അതുപോലെ തന്നെ ഗേറ്റ്. 3 ടെർമിനൽസ് ഉള്ള ഒരു ഡിവൈസാണ്. പക്ഷേ ബൈപോളാർ ട്രാൻസിസ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മെജോറിറ്റി കാരിയേഴ്സും മൈനോറിറ്റി കാരിയേഴ്സും ഉണ്ടായിരുന്നു. 2 ടൈപ്പ് ഓഫ് ചാർജ് കാരിയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കറണ്ട് ക്യാരി ചെയ്യുന്നത് 2 ടൈപ്പ് ചാർജ് കാരിയേഴ്സും കറണ്ട് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഹിയർ കറണ്ട് ഈസ് ക്യാരിഡ് ബൈ ഓൺലി 1 ടൈപ്പ് ഓഫ് കാരിയേഴ്സ്, എയ്തർ ഹോൾസ് ഓർ ഇലക്ട്രോൺസ്. അപ്പം അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ is a 3-terminal device in which current is carried by 1 type of charge carriers, either holes or electrons. Holes or അല്ലെങ്കിൽ ഇലക്ട്രോൺസോ മാത്രം ചാർജ് ക്യാരി ചെയ്യുന്ന ഒരു 3-terminal device ആണ് നമ്മുടെ ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഓക്കെ, JFET എന്ന് പറയുന്നത്. ഇനി JFETൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ JFETൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ ഒരു സെമി കണ്ടക്ടർ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ബാർ ഉണ്ടായിരിക്കും. അത് P ടൈപ്പ് കൊണ്ടാവാം, N ടൈപ്പ് കൊണ്ടാവാം. ഓക്കെ, ഹിയർ എ ബാർ ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് എ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ, either it is P or it is N. P ടൈപ്പ് ബാർ ആണെങ്കിൽ അത് P ടൈപ്പ് JFET എന്നാണ് പറയുക. N ടൈപ്പ് ബാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് N ടൈപ്പ് JFET എന്നാണ് പറയുക. ഇവിടെ ഇതിനകത്ത് P ആണല്ലേ ബാറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, ഇവിടെ N ആണ്. അത് P ടൈപ്പ് JFET ആണ്, ഇത് N ടൈപ്പ് JFET ആണ്. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ 2 സൈഡിലും 2 PN ജംഗ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഹിയർ എ ബാർ ഈസ് മെയ്ഡ് യൂസിങ് എയ്തർ ടൈപ്പ് ഓഫ് ദ സെമി കണ്ടക്ടേഴ്സ് വിച്ച് കൺസിസ്റ്റ് 2 PN ജംഗ്ഷൻ അറ്റ് ഇറ്റ്സ് സൈഡ്സ് അല്ലേ. ഇവിടെ നോക്കി നോക്ക്, ഇവിടെ 2 N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു PN ജംഗ്ഷൻ വന്നു അല്ലേ, ഇവിടെ ഒരു PN ജംഗ്ഷൻ. അതായത് ഒരു ബാറിൻ്റെ 2 സൈഡിലും എന്താണ്, PN ജംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ യൂസ് ചെയ്യുന്ന ബാർ P ടൈപ്പ് ആണെങ്കിൽ അത് P ടൈപ്പ് JFET ആണ്, N ടൈപ്പ് ആണെങ്കിൽ അത് N ടൈപ്പ് JFET ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഹിയർ എ ബാർ ഈസ് മെയ്ഡ് യൂസിങ് എ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ഇൻ വിച്ച് 2 PN ജംഗ്ഷൻ consisted at its sides. Okay, at its both sides. നോക്കുക, here the 2 terminals are directly drawn from the bar, drain and source. 2 ടെർമിനൽസ് നമ്മൾ ഈ ഒരു ബാറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വലിച്ചിട്ടുണ്ട്. സോഴ്സ് കണ്ടോ, ഡ്രെയിൻ കണ്ടോ, 2 ടെർമിനൽസ് അല്ലേ. ഇനി നോക്കി നോക്കുക, 2 PN junctions are കണക്റ്റഡ് ഇന്റേണലി അല്ലേ. ഇവിടെ നോക്കുക, ഈ PN ജംഗ്ഷനും ഈ PN ജംഗ്ഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്, പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഓക്കെ, ആൻഡ് കോമൺ ടെർമിനൽ ഈസ് ഡ്രോൺ ഔട്ട്സൈഡ് വിച്ച് ഈസ് ഗേറ്റ്. അതിനെയാണ് നമ്മൾ ഗേറ്റ് എന്ന് പറയുക. അതായത് നോക്കുക, ബാറിൽ നിന്ന് 2 ടെർമിനൽസ് നമ്മൾ വലിച്ചു. ഒന്ന് സോഴ്സ് ആണ് അല്ലേ, ഇവിടെ ലോവർ ഭാഗത്തുള്ളത്, പിന്നെ സോഴ്സ് ആണ് ടെർമിനലിൽ അപ്പർ ഭാഗത്തുള്ളത്, അല്ലെങ്കിൽ അപ്പർ ഭാഗത്തുള്ളത് ഡ്രെയിനുമാണ്. അത് ബാറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വലിക്കുന്നത്. ഇവിടെ അതെ, ഇവിടെ N ടൈപ്പ് JFETലും അതെ, ഇവിടെ ഡ്രെയിൻ വലിച്ചു, ഇവിടെ സോഴ്സ് വലിച്ചു അല്ലേ. ഇനി നോക്കുക, 2 PN ജംഗ്ഷനെയും ഇന്റേണലി കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ടിലും. അതിൽ നിന്നൊരു കോമൺ ടെർമിനൽ പുറത്തേക്ക് എടുത്തിരിക്കുന്നു, അതാണ് ഗേറ്റ്. അപ്പോൾ 3 ടെർമിനൽസ് ആയി, ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു
സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, എ ബാർ ഈസ് മെയ്ഡ് അപ്പ് യൂസിങ് ഏതർ ടൈപ്പ് ഓഫ് ദ സെമി കണ്ടക്ടർ. ഇഫ് ഇറ്റ് ഈസ് P type, JFET is known as P type JFET. If it is N type, JFET is known as N type JFET. Bar consists two PN junction at its sides. The two PN junctions are connected internally and a common terminal is drawn outwards, which is known as the gate terminal. Two terminals directly drawn from the bar, they are known as source and drain. Lower terminal is source, upper terminal is drain. ഓക്കെ, പി ടൈപ്പ് JFET പറഞ്ഞിട്ടും എൻ ടൈപ്പ് JFET വെച്ചിട്ട് നമ്മളത് പറഞ്ഞു. ഇനി നമ്മൾ JFET പൊളാരിറ്റിയാണ് പറയുന്നത്. നമ്മൾ ഓർഡിനറി ട്രാൻസിസ്റ്ററിൻ്റെ പൊളാരിറ്റി ഡിസ്കസ് ചെയ്തതാണ്. ബേസ് എമിറ്റർ ജംഗ്ഷൻ ഈസ് ആൾവേസ് ഫോർവേഡ് ബയാസ്ഡ്, ബേസ് കളക്ടർ ജംഗ്ഷൻ ഈസ് ആൾവേസ് റിവേഴ്സ് ബയാസ്ഡ്. അതുപോലെ ഇവിടെ ഈ മൂന്ന് ടെർമിനൽസും ബാറ്ററി ഏത് പൊളാരിറ്റിയിൽ വരുന്ന രീതിയിലാണ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ അല്ലേ. ഗേറ്റ്, സോഴ്സ് ഈ രണ്ട് ടെർമിനൽസിൻ്റെ ഇടയിൽ എപ്പോഴും നമ്മൾ റിവേഴ്സ് ബയാസിംഗ് ആണ് അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, വി മസ്റ്റ് പ്രൊവൈഡ് റിവേഴ്സ് ബയാസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഗേറ്റ്. ഓക്കെ, നോക്കുക, ഇവിടെ ഞാനിപ്പോൾ ഒരു N ചാനൽ JFET ആണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ N ചാനൽ JFET ഉണ്ട്, P ചാനൽ JFET ഉണ്ട്. അതായത് ഈ ബാറ്, ഇതാണ് ബാർ അല്ലേ. N ടൈപ്പ് സെമി കണ്ടക്ടർ കൊണ്ടാണ് ബാർ നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ അത് N ചാനൽ JFET ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ കൊണ്ടാണ് ബാർ നിർമ്മിച്ചതെങ്കിൽ അത് പി ചാനൽ JFET ആണ്. അല്ലെങ്കിൽ ഇതാണ് ഡെപ്ലീഷൻ അല്ലെങ്കിൽ PN ജംഗ്ഷൻസിൻ്റെ ഇടയിലുള്ള അല്ലേ ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്ന, സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഫ്ലോ ചെയ്യുന്ന ആ ഒരു റീജിയൻ ആണ് ചാനൽ അല്ലേ. ഇവിടെ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു പാത്തിലൂടെയാണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടുത്തെ ചാനൽ, അത് N ടൈപ്പാണ്. അപ്പോൾ അത് N ചാനൽ JFET. പി ടൈപ്പ് ആണെങ്കിൽ അത് പി ചാനൽ JFET ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ സോഴ്സ്, ഡ്രെയിൻ, സോഴ്സ് നമ്മൾ നോക്കുക, സോഴ്സ് ഗേറ്റ് അല്ലേ. സോഴ്സ് N ആണ്, അപ്പോൾ അതിന് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും ഗേറ്റ് P ആണ് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിന് നെഗറ്റീവായിട്ടും, P നെഗറ്റീവുമായിട്ടും N പോസിറ്റീവായിട്ടും കണക്ട് ചെയ്യും. എന്താ, റിവേഴ്സ് ബയാസ് ആണ്. അപ്പോൾ VGS കണക്ട് ചെയ്യേണ്ടത് ഇൻ സച്ച് എ വേ ദാറ്റ് റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ്. അപ്പോൾ അത് ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. For the effective working of the JFET, we must provide reverse bias using a power supply VGS between source and gate. Okay, ഇനി ഡ്രെയിനിൻ്റെയും സോഴ്സിൻ്റെ ഇടയിൽ ഒരു ബയാസിങ് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എപ്പോഴും സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്ന രീതിയിലായിരിക്കണം. We must provide biasing between source and drain in such a way that charge carriers are flowed from സോഴ്സ് ടു ഡ്രെയിൻ. ഇവിടെ നോക്കി നോക്ക്, സോഴ്സിനെ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും ഡ്രെയിനിനെ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള ഗുണം എന്താ, ഈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഫുൾ എന്തായിരിക്കും, ഇലക്ട്രോൺസ് ആയിരിക്കും അല്ലേ. ഇലക്ട്രോൺസിൻ്റെ ഒരു അക്യുമുലേഷൻ ആയിരിക്കും. അപ്പോൾ നോക്കുക, ഈ നെഗറ്റീവ് ടെർമിനൽ ഇതിനെ നെഗറ്റീവ് പൊളാരിറ്റി കൊടുക്കുക. അപ്പോൾ നെഗറ്റീവ് പൊളാരിറ്റി നെഗറ്റീവിനെ റിപ്പിൾ ചെയ്യും അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും, സോഴ്സിൽ നിന്ന് റിപ്പിൾ ചെയ്ത് പോവും. അതിനെ ഡ്രെയിനെ നമ്മൾ പോസിറ്റീവ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് പൊളാരിറ്റിയാണ്. ഈ പോസിറ്റീവ് പൊളാരിറ്റി ഉള്ള ആ ഒരു ഡ്രെയിനിൻ്റെ ആ ഒരു സെക്ഷൻ ഇതിനെന്ത് ചെയ്യും, ഇങ്ങനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ഇങ്ങനെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, പി ടൈപ്പിലാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ഇവിടെ പി ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടാവും കണക്ട് ചെയ്യുക. അപ്പോൾ ഹോൾസ് എന്ത് ചെയ്യും, ഈ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക. അപ്പോൾ വി മസ്റ്റ് പ്രൊവൈഡ് ബയാസിംഗ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡ്രെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് ചാർജ് കാരിയേഴ്സ് ഫ്ലോ ഫ്രം source to drain continuously. Okay, for that we can use a power supply VDS. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. We must provide reverse biasing between gate and source. We must provide biasing between source and drain in such a way that charge carriers continuously flow from source to drain. For that we can use power supply VGS and VDS respectively. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്കുക, ഈ സോഴ്സിലുള്ള ചാർജ് കാരിയേഴ്സിനെല്ലാം തന്നെ ഡ്രെയിനിൽ എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സോഴ്സിലുള്ള കറണ്ടിനെ നമുക്ക് IS എന്നും ഡ്രെയിനിലുള്ള കറണ്ടിനെ ID എന്നും വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ IS = എത്രയായിരിക്കും, ID ആയിരിക്കും. മനസ്സിലായല്ലോ, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോനെയാണല്ലോ നമ്മൾ കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സിൻ്റെ എണ്ണം സോഴ്സിലും ഡ്രെയിനിലും സെയിം ആണ്. സോഴ്സിലുള്ള എല്ലാ ചാർജ് കാരിയേഴ്സിനും ഡ്രെയിനിൽ എത്താൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സോഴ്സ് കറണ്ട് = ഡ്രെയിൻ കറണ്ട് എന്ന് പറയാം.
ഓക്കെ, അപ്പോൾ 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി മസ്റ്റ് പ്രൊവൈഡ് reverse bias between source and gate. We must provide biasing between source and drain in such a way that charge carriers flow from source to drain continuously, so that source current is always equal to drain current in a JFET. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് JFET പൊളാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ഞാനിവിടെ N ചാനൽ JFET ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതേ സംഗതികൾ തന്നെ നമ്മൾ P ചാനൽ JFETൽ വെച്ച് പറയാം. P ചാനലാകുമ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യും, അങ്ങനെ റിവേഴ്സ് ചെയ്യും ഇതിൻ്റെ പൊളാരിറ്റി, ബാറ്ററിയുടെ പൊളാരിറ്റി. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ആണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, ഇവിടെ PN ജംഗ്ഷനിൽ ഒരു ഡെപ്ലീഷൻ ലെയർ ഉണ്ട്. നമ്മൾ ഡയോഡൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, ഒരു ഡെപ്ലീഷൻ ലെയർ ഉണ്ട് അല്ലേ. ഇവിടെ ഇതാ ഡെപ്ലീഷൻ ലെയർ ഉണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഗേറ്റിൻ്റെയും സോഴ്സിൻ്റെയും ഇടയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള റിവേഴ്സ് ബയാസ് ആണ് അല്ലേ. റിവേഴ്സ് ബയാസ് എന്ന് പറയുമ്പോൾ ഈ VGS വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് വോൾട്ടേജ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഗേറ്റ് സോഴ്സിൻ്റെ ഇടയിൽ റിവേഴ്സ് ബയാസിങ് കൂടുക. റിവേഴ്സ് ബയാസിങ് കൂടുമ്പോൾ നമ്മൾ ഡയോഡ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ PN ജംഗ്ഷനിലുള്ള ഡെപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ VGS ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഡെപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യും, കൂടാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. ഡെപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ചാനൽ കണ്ടോ, ചാനൽ എന്ന് പറയുമ്പോൾ ഈ രണ്ട് PN ജംഗ്ഷൻ്റെ ഇടയിലാണല്ലോ ഈ ചാനൽ വരുന്നത്. ഈ ചാനലിൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, ചാനലിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനുള്ള സ്ഥലം കുറയുക. അപ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ, റെസിസ്റ്റൻസ് കൂടുകയാണ്. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും, ഡ്രെയിൻ കറണ്ട് എന്ത് ചെയ്യും, കുറയും. ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നോക്കുക, ഇവിടെ if VGS increases, width of the depletion layer increases, so channel width decreases, so the resistance will be increased, it decreases the drain current. നേരെ തിരിച്ചു ആവാം, if VGS decreases, depletion layer width will be decreased, channel width will be increased, so resistance will be decreased. പ്രത്യേകം ശ്രദ്ധിക്കുക, ചാനൽ വിഡ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുക ചെയ്യുക. കാരണം ചാർജിന് യഥേഷ്ടം അല്ലേ ഫ്ലോ ചെയ്യാനുള്ള സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് കുറവാണ്. എന്നാൽ ചാനൽ വിഡ്ത്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈ VGS ഡിക്രീസസ്, VGS റിവേഴ്സ് വോൾട്ടേജ് ആണ്, വിഡ്ത്ത് ഓഫ് ദ ഡെപ്ലീഷൻ ലെയർ ആൾസോ ഡിക്രീസസ്, ഇറ്റ് ഇൻക്രീസസ് ദ ചാനൽ വിഡ്ത്ത്, സോ റെസിസ്റ്റൻസ് വിൽ ബി ഡിക്രീസ്ഡ്, സോ ഡ്രെയിൻ കറണ്ട് വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ width and hence resistance of the conducting channel can be varied by changing the VGS. VGS ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാനൽ വിഡ്ത്തും അവിടെയുള്ള റെസിസ്റ്റൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ചാനൽ വിഡ്ത്ത് കുറയ്ക്കണം എന്ന് കരുതുക, നമ്മൾ എന്ത് ചെയ്താൽ മതി, VGS അല്ലേ, ചാനൽ വിഡ്ത്ത് കുറയ്ക്കണമെങ്കിൽ VGS ഇൻക്രീസ് ചെയ്യാം അല്ലേ. ഇഫ് വി വിഷ് ടു ഡിക്രീസ് ചാനൽ വിഡ്ത്ത് വി ഹാവ് ടു ഇൻക്രീസ് VGS, then resistance also will be increased, so drain current will be decreased. Okay, അപ്പോൾ നോക്കുക, if VGS increases drain current decreases, if VGS decreases drain current increases അല്ലേ. ഈ VGS ഉപയോഗിച്ചുകൊണ്ട് ഗേറ്റിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഡ്രെയിൻ കറണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. ഇവിടെ നോക്ക്, if VGS increases, width of the depletion layer increases, so channel width decreases അല്ലേ. so the resistance will be increased and drain current will be decreased. okay, VGS increase ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, VGS increase ചെയ്യുമ്പോൾ ഡെപ്ലീഷൻ ലെയർ വിഡ്ത്ത് റിവേഴ്സ് വോൾട്ടേജ് ആയതുകൊണ്ടാണ് ഡെപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നു, ചാനൽ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുന്നു, വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു, സോ ഡ്രെയിൻ കറണ്ട് എന്ത് ചെയ്യുന്നു, പിന്നെ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. if VGS increases, width of depletion layer increases, resistance increases and hence drain current decreases, and vice versa. അത് നേരെ തിരിച്ച്, if VGS decreases, width of depletion layer decreases, resistance decreases and hence drain current increases. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഗേറ്റിൽ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഹിയർ ഔട്ട്പുട്ട് കറണ്ട് ഈസ് കൺട്രോൾഡ് ബൈ ചേഞ്ചിങ് ദ പൊട്ടൻഷ്യൽ ഓർ ഫീൽഡ് പ്രൊവൈഡഡ് അറ്റ് ദ ഗേറ്റ്. ഗേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെ ഫീൽഡാണ് അല്ലേ, ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് കറണ്ടിനെ
കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ബിക്കോസ് ഔട്ട്പുട്ട് കറണ്ട് ഈസ് കൺട്രോൾഡ് ബൈ ചേഞ്ചിങ് ദ പൊട്ടൻഷ്യൽ ഓർ ഫീൽഡ് അറ്റ് ദ ഗേറ്റ്. അല്ലെ, ഗേറ്റിൽ കൊടുക്കുന്ന ഫീൽഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അഡ്ജസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് VGS ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ദിസ് ഈസ് നോൺ ആസ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. വർക്കിംഗ് ഇപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ വർക്കിംഗ് ഒക്കെ പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ആദ്യം നമ്മൾ ഗേറ്റ് വോൾട്ടേജ് അല്ലേ, അല്ലെങ്കിൽ ഗേറ്റ് പൊട്ടൻഷ്യൽ സീറോ ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഡ്രെയിൻ കറണ്ട് ഈ VDS ഇൻക്രീസ് ചെയ്യുകയാണ്. VDS ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, ഡ്രെയിൻ കറണ്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ചാർജ് കാരിയേഴ്സ് ഇവിടെ ആ രീതിയിലാണല്ലോ പൊളാരിറ്റി കൊടുത്തിട്ടുള്ളത്. അതായത് സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നോക്കുക, ഇഫ് VDS ഇൻക്രീസസ്, ഇലക്ട്രോൺസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ ഇൻക്രീസസ്, സോ ഡ്രെയിൻ കറണ്ട് ഇൻക്രീസസ് അല്ലേ. അപ്പോൾ VDS ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡ്രെയിൻ കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുക. വെൻ ഗേറ്റ് ഈസ് ഷോർട്ടഡ്, ഗേറ്റ് അല്ലെങ്കിൽ നോ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അറ്റ് ഗേറ്റ് ഓർ ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ്. ഗേറ്റിൻ്റെ സോഴ്സിൻ്റെ ഇടയിൽ വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡ്രെയിൻ കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് VDS ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ID ഡ്രെയിൻ കറണ്ടും ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഇഫ് വി connect VGS and provide reverse voltage between gate and source, if we increase VGS അല്ലേ, VGS ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ID എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, VGS അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡ്രെയിൻ കറണ്ടിന് എന്ത് ചെയ്യാൻ സാധിച്ചു, VGS ഇത് സീറോ ആണെങ്കിൽ ഡ്രെയിൻ കറണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് VDS കൂടുന്നതിനനുസരിച്ചിട്ട് ഡ്രെയിൻ കറണ്ട് ഇങ്ങനെ കൂടുകയേ ചെയ്യുള്ളൂ. എന്നാലിവിടെ VGS റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രെയിൻ കറണ്ടിനെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡ്രെയിൻ കറണ്ടിനെ നമുക്ക് രണ്ട് രീതിയിലും അല്ലേ, ഇവിടെ VGS-ഉം VDS-ഉം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. മനസ്സിലായല്ലോ. ഇഫ് വി അപ്ലൈ നോ വോൾട്ടേജ് ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് സോഴ്സ് ആൻഡ് ഇൻക്രീസിങ് VDS, ഡ്രെയിൻ കറണ്ട് ആൾസോ ഇൻക്രീസിങ്. When decreasing VDS, drain current also decreasing. But if we connect VGS between gate and source and increase the reverse voltage, drain current will be decreased because we change the depletion layer width and resistance here as say before. Okay, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് JFET പൊളാരിറ്റി പറഞ്ഞു, പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിങ്ങും പറഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ പഠിച്ച JFET-ഉം അതുപോലെ തന്നെ ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ഓർഡിനറി ട്രാൻസിസ്റ്ററും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററും നമ്മൾ സാധാരണ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഓർഡിനറി ട്രാൻസിസ്റ്റർ ബൈപോളാർ ട്രാൻസിസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ കണ്ടു, അതിനകത്ത് കറണ്ട് ഈസ് ക്യാരിഡ് ബൈ സിംഗിൾ ടൈപ്പ് ഓഫ് ചാർജ് ക്യാരിയേഴ്സ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ യൂണിപോളാർ ഡിവൈസ് ആണ് എന്ന് പറയാം. JFET എന്ന് പറയുന്നത് യൂണിപോളാർ ഡിവൈസ് ആണ് ബിക്കോസ് കറണ്ട് ഈസ് ക്യാരിഡ് ബൈ ഓൺലി വൺ ടൈപ്പ് ഓഫ് ചാർജ് ക്യാരിയേഴ്സ്. ഇപ്പോൾ P ചാനൽ JFET ആണെങ്കിൽ ഹോൾസ് മാത്രമാണ് കറണ്ട് ക്യാരി ചെയ്യുന്നത്. N ചാനൽ JFET ആണെങ്കിൽ ഇലക്ട്രോൺസ് മാത്രമാണ് ചാർജ് ക്യാരി ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് യൂണിപോളാർ ഡിവൈസ്. ഓക്കെ, ബട്ട് ബൈപോളാർ ട്രാൻസിസ്റ്റർ നമ്മൾ പറഞ്ഞു മെജോറിറ്റി ക്യാരിയേഴ്സും ഉണ്ട് മൈനോറിറ്റി ക്യാരിയേഴ്സും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് ഹോൾസും ഇലക്ട്രോൺസും ഒരേ സമയം എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈപോളാർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഓർഡിനറി ട്രാൻസിസ്റ്റർ ബൈപോളാർ ഡിവൈസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് ശ്രദ്ധിക്കുക, JFET ഈസ് യൂണിപോളാർ ഡിവൈസ്, ബൈപോളാർ ട്രാൻസിസ്റ്റർ BPT ഈസ് ബൈപോളാർ ഡിവൈസ്. ഓക്കെ, പിന്നെ നമ്മൾ JFET നമ്മൾ കണ്ടു, JFET-ലെ ഡ്രെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്തത് ഗേറ്റിലെ പൊട്ടൻഷ്യൽ അല്ലെ, ഗേറ്റിലുള്ള വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അതൊരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണെന്ന് പറയാം. ഔട്ട്പുട്ട് കറണ്ട് ഈസ് കൺട്രോൾഡ് ബൈ ചേഞ്ചിങ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഇവിടെ അല്ലേ. അപ്പോൾ JFET ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. പക്ഷേ നമ്മുടെ ബൈപോളാർ ട്രാൻസിസ്റ്ററിലെ ഔട്ട്പുട്ട് കറണ്ട് കളക്ടർ കറണ്ട് ആണെന്ന് കരുതുക, അത് നമ്മൾ ചേഞ്ച് ചെയ്തത് ബേസ് കറണ്ട് ഇൻപുട്ട് കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ കറണ്ട് ഇൻപുട്ടിലെ കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിലെ കറണ്ട് ചേഞ്ച് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈപോളാർ ട്രാൻസിസ്റ്റർ ഈസ് എ കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ഡിഫറൻസ് ശ്രദ്ധിക്കുക, JFET ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്, bipolar transistor or ordinary transistor is a current controlled device.
ഇവിടെ JFET-ൽ നമ്മൾ ഗേറ്റ് സോഴ്സ് അല്ലേ, അതിനെ നമ്മൾ റിവേഴ്സ് ബയാസ് ആണ് ചെയ്തത്. നമ്മൾ കണ്ടാണല്ലോ ഗേറ്റ് സോഴ്സ്, അവിടെയാണല്ലോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ അവിടെ ഇൻപുട്ട് റിവേഴ്സ് ബയാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസ് അവിടെ എന്തായിരിക്കും, ഹൈ ആയിരിക്കും അല്ലേ. ഇൻപുട്ട് റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇമ്പിഡൻസ് ഹൈ ആവുമല്ലോ. അപ്പോൾ ഇൻ JFET ഇൻപുട്ട് ഇമ്പിഡൻസ് ഈസ് വെരി ഹൈ. ഓക്കെ, പക്ഷേ ഇവിടെയോ നമ്മുടെ ബൈപോളാർ ട്രാൻസിസ്റ്റർ, ഓർഡിനറി ട്രാൻസിസ്റ്ററിൽ ബേസ് എമിറ്റർ ജംഗ്ഷൻ എപ്പോഴും നമ്മൾ ഫോർവേഡ് ബയാസാണ് ചെയ്യുന്നത്. ഫോർവേഡ് ബയാസ് ആകുമ്പോൾ അവിടെ ഇമ്പിഡൻസ് എന്തായിരിക്കും, ലോ ആയിരിക്കും, ഇൻപുട്ട് ഇമ്പിഡൻസ് ഈസ് ലോ. അപ്പോൾ മൂന്നാമത്തെ ഡിഫറൻസ് ആണ്, ഇൻ JFET ഇൻപുട്ട് ഇമ്പിഡൻസ് ഈസ് വെരി ഹൈ, ഇൻ ബൈപോളാർ ട്രാൻസിസ്റ്റർ ഇൻപുട്ട് ഇമ്പിഡൻസ് ഈസ് വെരി ലോ. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നാലാമത്തത് നോയ്സ് ലെവലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇവിടെ JFET-നകത്ത് ചാനലിനകത്തൂടെയാണ് ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്നത്, ഒരിക്കലും PN ജംഗ്ഷനിലൂടെ ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നോയ്സ് ലെവൽ ലെസ് ആണ് എന്നുള്ളതാണ്. നോയ്സ് ലെവൽ ഈസ് വെരി ലോ ബിക്കോസ് നോ ചാർജ് കാരിയേഴ്സ് ഫ്ലോഡ് ത്രൂ ദ PN ജംഗ്ഷൻസ്. ഓക്കെ, പക്ഷേ ഇതിനകത്തോ നമ്മുടെ ബൈപോളാർ ട്രാൻസിസ്റ്ററിനകത്തോ PN ജംഗ്ഷനകത്തൂടെ എന്ത് ഫ്ലോ ചെയ്യുമായിരുന്നു, ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ നോയ്സ് ലെവൽ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. നോയ്സ് ലെവൽ ഈസ് ഹൈ ബിക്കോസ് ചാർജ് കാരിയേഴ്സ് ഫ്ലോഡ് ത്രൂ PN ജംഗ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് JFET-നകത്ത് ഗേറ്റ് കറണ്ടിനെ നമുക്ക് വേണമെങ്കിൽ 0 ആയിട്ട് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെരി മച്ച് ക്ലോസർ ടു 0 വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗേറ്റ് കറണ്ട് ക്യാൻ ബി റെഡ്യൂസ്ഡ് വെരി മച്ച് ക്ലോസ് ടു 0. ബട്ട് ഇൻ ബൈപോളാർ ട്രാൻസിസ്റ്റർ അവിടെ ബേസ് കറണ്ട് ആണ്, ഗേറ്റ് കറണ്ട് അല്ല, അവിടെ ബേസ് കറണ്ട് ആണ്. ബേസ് കറണ്ട് നെവർ ബി റെഡ്യൂസ്ഡ് ടു 0. അപ്പോൾ ഇത്രയാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നോക്കുക, JFET ഇറ്റ് ഈസ് യൂണിപോളാർ ഡിവൈസ് ബിക്കോസ് എയ്തർ ഹോൾസ് ഓർ ഇലക്ട്രോൺസ് ആക്ട് ആസ് ചാർജ് കാരിയേഴ്സ്. Bipolar transistor, it is bipolar device because both holes and electrons can act as charge carriers. It is voltage controlled device because output current, drain current is controlled by input voltage, gate source voltage. Okay, here bipolar transistor is current controlled device. Output current, collector current is controlled by input current, base current. Okay, high input impedance because gate source gate and source are reverse biased here. But in the case of bipolar transistor, low input impedance because base and emitter junction is always forward biased. Okay, noise level is low in the case of JFET because no charge carriers flowed through the PN junction. Noise level is high in the case of bipolar transistor because the charge carriers are flowed through the PN junction. Gate current can be reduced very much closer to 0 in the case of JFET, but in the case of bipolar transistor, base current cannot be reduced to 0. Those are the major differences between JFET and ordinary transistor or bipolar transistor. Okay, ഇനി JFET-ന്റെ സിമ്പൽ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ രണ്ട് തരത്തിലുള്ള JFET-കളുണ്ട്, N ചാനൽ JFET-ഉം P ചാനൽ JFET-ഉം. അതായത് PN ജംഗ്ഷൻ്റെ ഇടയിലുള്ള ആ ഒരു ചാനൽ N ടൈപ്പ് ആണെങ്കിൽ അത് N ചാനൽ JFET ആണ്. അതായത് N ടൈപ്പ് ബാർ കൊണ്ട് നിർമ്മിക്കുന്ന JFET N ചാനൽ JFET ആണ്. PN ജംഗ്ഷൻസിൻ്റെ രണ്ട് PN ജംഗ്ഷൻസ് ഉണ്ട്, അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ചാനൽ P ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ, അഥവാ ബാർ എന്ന് പറയുന്നത് P ടൈപ്പ് ആണെങ്കിൽ അത് P ചാനൽ JFET ആണ്. ഇങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സിമ്പിൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കുക. ഇവിടെ ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള സിമ്പിൾ. ഈ ആരോ മാർക്ക് ഉള്ളിലേക്കാണെങ്കിൽ അത് N ചാനൽ JFET ആണ്. ഇവിടെ നോക്ക്, ഈ ഗേറ്റിലെ ആരോ മാർക്ക് പുറത്തേക്കാണെങ്കിൽ അല്ലേ അത് P ചാനൽ JFET ആണ്. അപ്പോൾ N ചാനൽ JFET-ഉം P ചാനൽ JFET-ഉം സിമ്പിൾസ് ഏകദേശം ഒരുപോലെയാണ്. ഈ ആരോ മാർക്കിലാണ് മാറ്റം. If arrow mark points towards inwards, then it is N channel JFET. If it point outwards, it is P channel JFET. നമ്മൾ NPN PNP ട്രാൻസിസ്റ്ററുകൾ കണ്ടല്ലോ, അതേപോലെ തന്നെ സിമ്പിൾസിൽ രണ്ടും ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ്, JFET പാരാമീറ്റേഴ്സ്, ചില ടേംസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് വായിക്കുക. താങ്ക് യു.